കോമൺലി വരുന്നൊരു മിസ്റ്റേക്കാണ് ഓരോരുത്തരും സെയിം CV യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെയിം റെസ്യൂംസ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ കമ്പനീസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ഒരു കേസാണ് നമ്മുടെ റെസ്യൂംസിന്റെ കാര്യത്തിൽ നമ്മൾ ഫസ്റ്റ്ലി ചെക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ റെസ്യൂം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ലിസ്റ്റുകൾ എടുക്കുക. നമുക്ക് നമ്മളെ ജോബ് റോളിന് വേണ്ടിയിട്ടുള്ള കമ്പനീസിന്റെ ലിസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കേസ്. അപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് എടുത്ത് വരുമ്പോൾ ഓരോ കമ്പനീസിന്റെയും അവരുടെ നീഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. കോമൺ ആയിട്ട് റെസ്യൂം ഉണ്ടായിട്ട് എല്ലാ കമ്പനിയായിട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അത് റിജക്റ്റ് ആവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ പറയില്ലേ, ഓരോ കമ്പനീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. അങ്ങനെ ഓരോ കമ്പനീസിനും നമ്മുടെ ഓരോ ജോബ് റോളിനും വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് CVs നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നില്ലതാണ്. അപ്പോൾ നമ്മൾ ദുബായിലുള്ള ഒരു കമ്പനിയോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോട്ടോ ഉള്ള ഒരു കൃത്യമായിട്ട് ആ കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ അലൈൻഡ് ആയിട്ടില്ല, നമ്മളെ ജോബ് റോളിനോട്ട് അലൈൻഡ് ആയിട്ടുള്ള ഒരു CV നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ കമ്പനീസിൽ മോസ്റ്റ് ഓഫ് കമ്പനീസും ഫോട്ടോ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് അവരുടെ അതുപോലത്തെ ആ ടൈപ്പ് ഓഫ് റെസ്യൂംസ് വേണം. അത് ഓരോ റെസ്യൂമിൽ നമ്മളെ സ്കില്ല് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതായത് അവർക്ക് അവർക്ക് വേണ്ടത് ഏതാണോ അതിനെ ഹൈലൈറ്റ് ചെയ്യണം. അത് ഫസ്റ്റ് കൊടുത്തിട്ടും അല്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രൂപത്തിൽ കൊടുക്കണം.